അപ്പോളജൈസിങ് ടു യുവർ ചൈൽഡ് ബിൽഡ്സ് ട്രസ്റ്റ്. അതായത് കുട്ടികളോട് നമ്മൾ സോറി പറഞ്ഞാൽ, അപ്പോളജൈസ് ചെയ്താൽ ആ കുട്ടിക്ക് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിശ്വാസം എന്ന് പറയുന്ന കാര്യം വളരെയേറെ കൂടും. ആ ട്രസ്റ്റ് നമ്മളോടുള്ള ട്രസ്റ്റും ഈ ലോകത്തിനോടുള്ള ട്രസ്റ്റും. കാരണം നമ്മൾ അപ്പോളജൈസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കുട്ടിക്ക് അത്രയും റെസ്പെക്റ്റ് കൊടുക്കാതെ നമുക്ക് അപ്പോളജൈസ് ചെയ്യാൻ പറ്റത്തില്ല, സോറി പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ അപ്പോളജൈസിങ് എന്ന് പറയുന്നത് ആ കുട്ടിയെ ഒരുപാട് ആ കുട്ടിയുടെ ഒരു സെൽഫ് എസ്റ്റീമിനെയും കോൺഫിഡൻസിനെയും ബിൽഡ് ചെയ്യുകയും ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നന്നായി എൻഹാൻസ് ചെയ്യുകയും ചെയ്യും. ഡിസിഷൻ മേക്കിംഗ് സ്കില്ലും കോൺഫിഡൻസും സെൽഫ് എസ്റ്റീമും എന്ന് വേണ്ട സർവ്വതും ബേസ് ചെയ്ത് നിൽക്കുന്നത് ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയിലാണ്. നമ്മൾ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിൻ്റെ തിയറീസൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഏറ്റവും ആദ്യം ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് ഇല്ലെങ്കിൽ ജീവിതം തന്നെ നശിച്ചു പോയി എന്ന് കൂട്ടിയാൽ മതി. അപ്പോൾ കുട്ടികളോട് അപ്പോളജൈസ് ചെയ്യേണ്ടടുത്ത് അപ്പോളജൈസ് ചെയ്യുക. നിങ്ങളൊരു പേരൻ്റ് ആണെന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരിക്കലും തെറ്റ് പറ്റില്ല എന്നല്ല. നമുക്കെപ്പോഴും തെറ്റുകൾ പറ്റും. അങ്ങനെ ഒരു കുട്ടിയോട് നമ്മൾ പറയുന്നതിൽ നമ്മളൊരു നെഗറ്റീവ് വേർഡ് പറഞ്ഞാൽ നമുക്ക് അപ്പോളജൈസ് ചെയ്യാം. ആ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അപ്പോളജൈസ് ചെയ്യാം. അങ്ങനെ പല രീതിയിൽ നമുക്ക് ചെയ്യാം. ആ അപ്പോളജൈസിങ് എന്ന് പറയുന്നത് ഓർക്കുക, കുട്ടിയുടെ ട്രസ്റ്റ് വളരെ ഏറെ എൻഹാൻസ് ചെയ്യും.